കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ് ജാഥ നയിക്കുന്നത്. ഉള്ളാൾ സയ്യിദ് മദനി മഖാമിൽ വെച്ച് യാത്രയുടെ പതാക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറും. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി. അരുൺ, ഈ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്മൃതി, ഇന്ന് മുതൽ ഈ മാസം 16 വരെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കേരള യാത്ര നടത്തുന്നത്. ഇന്ന് കാസർഗോഡ് ചെർക്കളയിലാണ് ഉദ്ഘാടന പൊതുസമ്മേളനം. ഈ മാസം 16-ന് വിവിധ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ വിവിധ ജില്ലകളിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ യാത്രയുടെ ഭാഗമാകും എന്നാണ് സംഘാടകർ പറയുന്നത്. ഈ കേരള യാത്രയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഇതിനകം തന്നെ സമസ്തയുടെ EK വിഭാഗം അവരുടെ സംസ്ഥാന പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ആ യാത്രയിലൊക്കെ ഉണ്ടായിരുന്നു. നിലപാട് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിലാണ് കാന്തപുരം വിഭാഗത്തിന്റെ യാത്ര കൂടി നടക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ കുറെ കാലങ്ങളായി ഇടതിനോട് ചേർന്നുള്ള നിലപാടാണ് പൊതുവെ AP വിഭാഗം സ്വീകരിച്ചു വരുന്നത്. പക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന രാഷ്ട്രീയ വിലയിരുത്തലും നിരീക്ഷണവും ഒക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ PM ശ്രീ വിവാദം മുതൽ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് ഇടതുപക്ഷത്തിന് തിരിച്ചടി ആയതിലെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി എന്ന തരത്തിലൊക്കെ നിരീക്ഷണങ്ങൾ വിലയിരുത്തലും വന്നതാണ്. അതിൽ AP വിഭാഗവും അതേ നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ യാത്രയിൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രീയ പ്രാധാന്യമേറിയതാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.